ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ലൈൻഡപ്പ് ചെയ്യാണ്. പോക്കറ്റ് കഴിച്ച് നേരെ ഈ ഫ്ലാറ്റിൽ പോയി എഡിറ്റിംഗ് തുടങ്ങാണ്. അപ്പം ഈ വ്ളോഗ് നിങ്ങൾ എൻജോയ്. അപ്പോൾ പേളി മണിയുടെ യൂട്യൂബ് ചാനലിൽ എന്ത് സംഭവിച്ചു? ഒരു സമയത്ത് എല്ലാ വീഡിയോസിനും 1 മില്യൺ വ്യൂസ് മിനിമം ഉണ്ടായിരിക്കുന്നതാണ്. സോ അങ്ങനെയുള്ള ഒരു ചാനലിൽ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു 50,000 വ്യൂസോ അല്ലെങ്കിൽ ഒരു 60,000 വ്യൂസോ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഗ്രാഫിൻ്റെ ആ ഒരു ഡൗൺഫോൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തോരം പൈസ ഒരു മാസത്തിൽ ഏകദേശം 5 ലക്ഷം രൂപയിൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ട് ഇരുന്ന ഒരാളാണ് യൂട്യൂബിൽ നിന്ന് മാത്രം, ആഡ് റവന്യൂ നിന്ന് മാത്രം. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരാളുടെ വരുമാനം ഏതാണ്ട് ഇപ്പോൾ അത് ഏറ്റവും താഴെപ്പെട്ട ഒരു 10,000 to 50,000 രൂപയ്ക്കകത്ത് ഉള്ളൊരു റേഞ്ചിലോട്ട് മാറിയിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ തന്നെ നമ്മുടെ ഓഡിയൻസിനെ മനസ്സിലാക്കില്ല. എന്താണ് എവിടെ എങ്ങനെ പറയണമെന്ന് അറിയാത്തത് കൊണ്ട് ഒരു യൂട്യൂബറിന് സംഭവിച്ചാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കൂടുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെ ചിലപ്പോൾ മറന്ന് അവർക്ക് എന്തും പറഞ്ഞാലും ആൾക്കാർ അത് എടുക്കും എന്നുള്ളൊരു ഭാവം കൂടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പേളി മണിക്ക് ഇങ്ങനെ സംഭവിച്ചത്. പേളി മണിയുടെ എല്ലാ വീഡിയോസിനകത്തും എല്ലാ കമൻസും നെഗറ്റീവ് കമൻസ് ആണ്. നമുക്ക് ഓരോ കമൻസിലൂടെയും പോവാം. അതിനും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്കും ഇതും ചെയ്യുക. പേളി മണിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുമോ? അപ്പോൾ ഞാൻ ആക്ച്വലി ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നേരത്തെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്തതല്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബോ അൺസബ്സ്ക്രൈബോ ചെയ്തിട്ടുണ്ടോ, ഈ ഒരു ഇഷ്യൂവിന് ശേഷം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാ വീഡിയോസും പേളി മണി ഷോ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല സ്റ്റുഡിയോയും നല്ല സെറ്റപ്പൊക്കെ ആയിട്ടുള്ള ഒരു ഷോ തന്നെയാണ്. പക്ഷേ ഈ ഒരു കേസിന് ശേഷം പേളി മണിയുടെ വ്ളോഗ്സിനോ കാര്യത്തിനോ ഒന്നിനോ വ്യൂ ഇല്ല. ഇനിയിപ്പോൾ മിക്കവാറും പഴയ പോലെ ചാനലൊന്ന് ആക്റ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഒരു പ്രസവത്തിനൂടെ ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു കേസുള്ളതെന്ന് വെച്ചാൽ വീട്ടിനകത്ത് ഇനിയിപ്പോൾ വല്ല അടിയോ ബഹളോ ഉണ്ടാവണം. ഇതല്ലാതെ ഈ ഒരു ചാനൽ ഇനി ഒന്ന് ആൾക്കാർ വീണ്ടും കണ്ടു തുടങ്ങാനുള്ളൊരു ഓപ്ഷൻ എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു പ്രസവമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന്. കാര്യം പേളി മണി ഒന്നാമത്തെ രണ്ടാമത്തെ ഒരു പ്രസവ സമയത്ത് ആൾക്കാർ പേളി മണിയുടെ ഓഡിയൻസ് എല്ലാം ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. എന്നായിരിക്കും പ്രസവിക്കുന്നത്, കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണാനൊക്കെ ആയിട്ട് അവരൊരു ഫാമിലി പോലെ തന്നെ ആയിരുന്നു. അവർ അത്രയും ഒരു ഫാമിലി മെമ്പറിനെ പോലെ തന്നെ സ്നേഹിച്ച ഒരാളെയാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം തിരിഞ്ഞ് ഇതേപോലെ വെറുക്കുന്നത്. സോ ഇതെല്ലാം ഒരൊറ്റ ഒരു വീഡിയോ കൊണ്ടാണ് പേളി മണിക്ക് സംഭവിച്ചത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ഒരു അന്നം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അവർക്കെതിരെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. പേളി മാണിക്ക് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഈ പറയുന്ന ബാക്കിയുള്ള ഏത് യൂട്യൂബേഴ്സിനും ഇങ്ങനെ സംഭവിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നു. നമ്മളും റിയാക്ഷൻ വ്ളോഗാണ് ചെയ്യുന്നത്. പക്ഷേ ഈ റിയാക്ഷൻ വ്ളോഗ്സിനെ കുറ്റം പറയുന്ന ആൾക്കാരും ആക്ച്വലി അവർ ഇത് തന്നെയൊക്കെയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ JB TV എന്ന് പറയുന്നൊരു ചാനൽ, പിന്നെ വേറെ അല്ലാണ്ട് രണ്ടോമാരിരുന്ന് സംസാരിക്കുന്നുണ്ട്. സോ ഇവർ ചെയ്യുന്നതും ഇത് തന്നെയാണ്. പക്ഷേ അവർ അങ്ങനെ ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒന്നുകിൽ സംസാരിക്കാതിരിക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ട് കാണണം. ഇത് അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് 8 മിനിറ്റ് ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി, 8 മിനിറ്റിന് മുകളിലുള്ളൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കി മോണിറ്റൈസേഷനൊക്കെ ഓണാക്കി നിങ്ങൾ ആ വീഡിയോ എടുത്ത് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ കാണുന്നവർ ഇതിൻ്റെ വാല്യൂ ഇല്ല, തലയിൽ എന്താണ് പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും സെർച്ച് ചെയ്യൂലേ? അപ്പോൾ നിങ്ങളും അത് പ്രൊമോട്ടല്ലേ ചെയ്യുന്നത്? അതിൽ നിന്ന് നിങ്ങൾക്കും ഡോളറല്ലേ കിട്ടുന്നത്? സോ അതാണ് ഇപ്പോൾ പേളി മണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നത്തിന് ശേഷം മില്യൺസ് വ്യൂസ് ഇന്ന് നേരെ വന്ന് നിലം പതിച്ചിട്ട് 50,000 60,000 വ്യൂസൊക്കെയാണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. മില്യൺസ് വ്യൂസ് ഉണ്ടായിരുന്ന ഒരാളാണ്. ഓരോ മാസവും ഇതേപോലെ ലക്ഷക്കണക്കിന് 5-6 ലക്ഷങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പേളി മണിയെ പോലും അത്രയും വലിയൊരു യൂട്യൂബറിന് സംഭവിച്ചെങ്കിൽ നാളെ ഇത് ആർക്ക് വേണോ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ ഓഡിയൻസിനെ മനസ്സിലാക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഓഡിയൻസ് എന്താണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒക്കെ അല്ലാത്തൊരു കാര്യത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഇതേപോലത്തെ ഭവിഷ്യത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു പേളി മണി ഇനി അടുത്ത് ഏത് സ്ട്രാറ്റജിയിലായിരിക്കും യൂട്യൂബ് ചാനൽ തിരിച്ച് ആ ഒരു മില്യണിലോട്ട് കൊണ്ടുവരുന്നതെന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് നോക്കി പഠിക്കാമല്ലോ. എങ്ങനെ നമുക്ക് എന്തായാലും പുള്ളിക്കാരുടെ ചാനലൊന്ന് നോക്കാം. 4.59 മില്യൺ സബ്സ്ക്രൈബേഴ്സ്. കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോസ് നോക്കുമ്പോഴത്തേക്ക് 69K, അതേപോലെ തന്നെ 55K, ഇതൊക്കെയാണ് ലേറ്റസ്റ്റുള്ള വീഡിയോൻ്റെ ഒരു വ്യൂസ് വരുന്നത്. ഏറ്റവും കൂടുതലുള്ള ഇതൊക്കെയാണെങ്കിൽ 53 മില്യൺ വ്യൂസ്, 13 മില്യൺ വ്യൂസ്. ഓ മൈ ഗോഡ്, 10 മില്യൺ, അതായത് 9.7 മില്യൺ. പേളി മണി ഷോ 6 മില്യൺ. അമ്മ ഉണ്ടാക്കിയ പൊതിച്ചോറ് 6 മില്യൺ. ഒന്ന് ആലോചിച്ചൊക്കെ 60 ലക്ഷത്തിൽ നിന്ന് 60,000-ത്തിലോട്ടാണ് പോയേക്കുന്നത്. അതായത് 1% ആൾക്കാരെ ഇപ്പോൾ കാണുന്നുള്ളൂ അവരുടെ ചാനലിൽ നേരത്തെ കണ്ടുകൊണ്ടിരുന്നതിൽ. അതെന്ത് ഡൗൺഫോൾ ആണെന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ ഗ്രാഫ് അനലിറ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാലുള്ള ആ ഒരു ഗ്രാഫ് എന്തായിരിക്കും? അത് സത്യം പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റാത്തത്രയും ഒരു ലോസിലോട്ടായിരിക്കും എന്തായാലും പോകുന്നത്. ഷോർട്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഷോർട്ടിനകത്തൊക്കെ ഇവർക്ക് ഏകദേശം 40 മില്യൺ 50 മില്യണൊക്കെയാണ്. 29 മില്യൺ 20 മില്യൺ.
എല്ലാം മില്യനേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത് വെക്കുന്ന വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ 1,00,000 വ്യൂസ് ഇല്ല. 95 ഒന്നിന് 4 ലാക്ക് 1 ലാക്ക് എന്ന് വെച്ചാൽ വളരെ കുറവ്. പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് വ്യൂസിൻ്റെ കാര്യത്തിൽ വളരെയധികം ലോങ് വീഡിയോസിനകത്ത് ഒന്നും വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോസിൻ്റെ കമൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം. കാര്യം പേളിമാണിയുടെയൊക്കെ കമൻറ്റ് സെക്ഷനകത്ത് യാതൊരുവിധ നെഗറ്റീവ് കമൻസും വരുന്നത്. എല്ലാവരും സ്നേഹം മാത്രം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്ന് മാറിയിടും. നമുക്ക് എന്തായാലും കമൻസ് ഒന്ന് നോക്കാം. എൻജോയ് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. സോ എൻജോയ് ചെയ്തു കമൻസ് നോക്കാവേ. എനിക്ക് നെഗറ്റീവ് കമൻസ് വളരെ ഇല്ല. ഹിറ്റ്സ് ഡിഫറെൻറ്റ്. ഇവളെ അഭിനയം കാണുമ്പോൾ ചിരി വരും. സുകുമാരി അമ്മയുടെ ചില പൊങ്ങച്ച ക്യാരക്ടേഴ്സ് പോലെ തോന്നുന്നു. ക്യാൻ സബ്സ്ക്രൈബ്. ഇപ്പോഴും കുറേ എണ്ണം പിറകെ കിടക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് കുട്ടികളെക്കുറിച്ച് പ്രൊട്ടക്റ്റീവായ മമ്മ ബിയറിന് അവരുടെ പ്രൈവസി വിറ്റ് പൈസ ഉണ്ടാക്കാൻ നാണമില്ല. പേളി ആൻറ്റി ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ വീഡിയോ കാണാൻ താല്പര്യമില്ല. ഇനി എന്തൊക്കെ ചെയ്തിട്ടൊരു കാര്യമില്ല. എന്തോ ഒരു അകൽച്ച ഫീൽ. പോസ് ചെയ്ത് കമൻറ്റ് വായിച്ചാൽ വ്യൂസ് കൂടുമോ? ആക്ച്വലി ആൾക്കാർ കൂടുതലും ഇപ്പോൾ വീഡിയോ കാണുന്നത് കമൻറ്റ്സ് വായിക്കാനാണ്. ഇപ്പം നിങ്ങളങ്ങനെ വീഡിയോ എടുത്തിട്ട് കമൻറ്റ്സ് വായിക്കും എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആക്ച്വലി അങ്ങനെ ചെയ്യാറുണ്ട്. കുറേ ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നുണ്ട്, പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വരുമാനം കിട്ടുമെന്നൊക്കെ ഉള്ള രീതിയിൽ, വ്യൂസ് കൂടുമെന്നൊക്കെ ഉള്ള രീതിയിൽ. സോ പോസ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് അങ്ങനെ കൂടത്തില്ല, പക്ഷേ ആൾക്കാർ അതിൽ കയറും. അങ്ങനെയും പൈസ ഉണ്ടാക്കരുതെന്നുള്ള രീതിയിലൊക്കെ കമൻറ്റ് ചെയ്തേക്കുന്നത്. ഐ ഫീൽ ലൈക്ക് യു ആർ ജസ്റ്റ് ആക്ടിങ്. 75% ഓഫ് ദ വ്യൂസ് ആർ ഫ്രം പീപ്പിൾ ചെക്കിങ് ദ കമൻറ്റ്സ് ഓർ വ്യൂസ് കൗണ്ട്. കറക്റ്റാണ്. വ്യൂസ് കുറഞ്ഞു മമ്മ വേറെ കുട്ടികളെയും കൊണ്ടുപോയി. സത്യം, ഞാൻ അന്നേ കരുതിയത് നെക്സ്റ്റ് ഹോം വ്ളോഗായിരിക്കുമെന്ന്. ഡോണ്ട് വാച്ച്, ബാക്ക് ഹോം, ഗോ ഹോം. ചുറ്റുമുള്ള ജനങ്ങളെ അറിയില്ല, അവരുടെ പ്രശ്നങ്ങൾ അറിയില്ല, അറിയുന്നത് പൊങ്ങച്ചം പറയാൻ മാത്രം. സോ ഇതൊക്കെയാണ് എല്ലാം നെഗറ്റീവ് കമൻസ് ആണ്. അപ്പോൾ പേളിമാണിക്ക് ഇപ്പോൾ കിട്ടിയ ഒരു അടി എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. നമ്മളെ കൂടെയുള്ള ആൾക്കാരെ അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതേപോലത്തുള്ള പരിപാടികളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഉടനെ നമുക്ക് എന്തായാലും പേളിമാണിയുടെ ചാനലിൽ നിന്നൊരു വലിയ ബോംബ് എന്തെങ്കിലും ഉണ്ടാവും. മിക്കവാറും അതൊരു പ്രഗ്നൻസി ആയിരിക്കാം, അല്ലെങ്കിൽ വലിയൊരു അടിയായിരിക്കാം. എങ്ങനെയെങ്കിലും അവർ തിരിച്ച് കൊണ്ടുവരും. എന്തായാലും നമുക്ക് കാണാം എങ്ങനെയായിരിക്കും പേളിമാണി തിരിച്ചു വരുന്നതെന്ന് നമുക്ക് കണ്ടന്റ് അറിയാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും അതൊക്കെ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെറിയ ചാനലിലുള്ള ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ വീഡിയോസായിട്ട് വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.